അത് വളരെ സന്തോഷം നൽകിയ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു 1 1/2 മാസം മുമ്പാണ് എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുന്നു. വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു കഥാപാത്രം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇത് സാധാരണ കഥാപാത്രമല്ല, സാധാരണ ഫിൽമല്ല, ഇത് ഒരാളുടെ ബയോപിക്കാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ 2 കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഘടനയും ഫേസ് വൈസ് ലുക്കും എല്ലാം മാച്ചായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരൊക്കെ എങ്ങനെയൊക്കെയോ തപ്പി തപ്പി എന്നെ കണ്ടപ്പോഴൊക്കെ അവർക്ക് തോന്നിക്കാണണം. അപ്പം അങ്ങനെ ഒരു വേഷം എന്നെ തേടി വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ആ കഥാപാത്രം സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടാതെ ഹിന്ദിയാണ്. എനിക്ക് ഈ രണ്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആണ്. അപ്പം അത് രണ്ടും കൂടെ മനസ്സിലാക്കിയപ്പോൾ അവർ ഉറപ്പിച്ചു. അത് ദിനേശ് ചേട്ടൻ തന്നെ ചെയ്തു. വോയിസും കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടായിട്ട് പിന്നെ പക്കയുണ്ട്. ആ വോയിസ്, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും എല്ലാരും കേൾക്കാൻ വഴിയില്ലായിരിക്കാം മേ ബി. ഏതായാലും ദൈവം സഹായിച്ച് അത് ഫുൾ ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു ഭാഗ്യം കൂടി എൻ്റെ കൂട്ടത്തിൽ കിട്ടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പാലക്കാട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് കണ്ണൂരാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ പോർഷൻസ് എടുക്കാൻ പോകുന്നത് ആ ഹിന്ദി കറക്റ്റ് ടച്ച് കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ട് ലക്നൌവിലാണ് അതിന്റെ ബാക്കി ഷൂട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? ഇതിനകത്ത് കുറേ പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ആർട്ടിസ്റ്റ് എന്ന് എടുത്തു പറയാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. മലയാളം സിനിമകളിലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. നിയ അതിനകത്ത് ഒരു നല്ല മെയിൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയപ്പെടുന്ന കുറേ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു പാൻ ഇന്ത്യ സിനിമ ആയതുകൊണ്ട് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേരളം വിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അത് മാത്രമല്ല, അത് ഫേസ് കട്ട് കാണുമ്പോൾ തന്നെ ഒരു നോർത്തിന്റെ ലുക്കും ഈ പറഞ്ഞുണ്ട്. അല്ല, എനിക്ക് അതിനകത്ത് എൻ്റെ ലുക്ക് മാത്രമല്ല നോക്കേണ്ടത്. കാരണം വെച്ചാൽ എൻ്റെ കൂടെ അഭിനയിക്കേണ്ടത് ഗാന്ധിജിയുടെ ഒരു കഥാപാത്രം. അപ്പൊ ഗാന്ധിജിയുടെ ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയുടെ അതേ ലുക്കുള്ള ഒരു വ്യക്തിയെ അവർ തപ്പിപ്പിടിക്കുകയും, നോർത്ത് ഇന്ത്യൻ തന്നെയാണ് തോന്നുന്നു, അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം അഭിനയിച്ചിട്ട് പോയി. വളരെ രസകരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ കുറേ സിറ്റുവേഷൻസ് എനിക്ക് കണ്ടപ്പോൾ, പിന്നെ ഞാൻ അതിനകത്ത് ജയിലിൽ കിടക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ ഞാൻ താടി വളർത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ താടി വളർത്തിയെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ജയിലിൽ നാച്ചുറൽ ഷേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹം താടി വളർത്തിയ കുറേ സീക്വൻസും അദ്ദേഹം അവിടെ അനുഭവിച്ച കുറേ പീഡനങ്ങളും ഇതൊക്കെയാണ് ഇതുവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ കുറേ നാച്ചുറൽ കണക്ട് ചെയ്ത് വരുന്ന കുറേ നല്ല കാര്യങ്ങളാണ്. ഇതിനെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് അതിനെക്കാട്ടിലും ശ്രദ്ധേയമായ ഒരു വേഷം ഇങ്ങോട്ട് വരികയും ഞാൻ അഭിനയിക്കുകയും ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷം ചെയ്തല്ലേ. അതൊരു 6 മാസം മുമ്പായിരുന്നു. ഇതേപോലെ തന്നെ അവരുടെ മഠം അവരെല്ലാം കൂടെ നോക്കി പല വ്യക്തികളുടെയും ഫോട്ടോസ് അവർ പരിഗണനയിൽ എടുത്തു കാണും. അതിൽ എൻ്റെത് യോജിച്ച ഒരു വ്യക്തിയാണ് തോന്നിയതുകൊണ്ടാകാം നാരായണ ഗുരുവിൻ്റെ ഗുരുദേവന്റെ ആ ഒരു വേഷം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ 33ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം സമാധി അടഞ്ഞത് 73ാമത്തെ വയസ്സിലാണ്. അതുവരെയുള്ള ആ ഒരു കഥാപാത്രം ജീവചരിത്രം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് ഇതുവരെ തന്നെ ആദ്യം തുടക്കത്തിൽ വെളുത്ത താടിയാണ്. ആ സമയത്ത് ധരിക്കുന്ന വേഷം എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രമാണ്. പിന്നീട് അത് കഴിയുമ്പോൾ അദ്ദേഹം കാഷായ വസ്ത്രത്തിലേക്ക് മാറുന്നു. അദ്ദേഹം സമാധിയാവുന്നു. ആ സമയത്തൊക്കെ കംപ്ലീറ്റ് നരച്ച താടി, ഒരു കുറച്ച് പ്രായമായ ലുക്കും ഒക്കെ വന്ന് ഞാൻ അങ്ങനെ കുറെ വെറൈറ്റി ലുക്ക്. ഒറിജിനൽ എൻ്റെ ഒറിജിനൽ താടിയായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് സീരിയൽ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ സീരിയൽ അഭിനയം തൽക്കാലം ഒന്ന് സ്ലോ ആയിട്ട് നിൽക്കുക. ഈ സിനിമകൾ കുറെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല കഥാപാത്രങ്ങൾ തേടി വന്നപ്പോൾ കുറച്ച് നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സിനിമ ഇങ്ങനത്തെ വേഷങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും 30 ദിവസം 50 ദിവസമൊക്കെ കൊടുക്കേണ്ടി വരും. സീരിയൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊരു സർക്കാർ ശമ്പളം പോലെ എല്ലാ മാസം 15 ദിവസം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊരു ബ്രേക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, 1 വർഷമായിട്ട് സീരിയൽ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് താടി വളർത്താൻ സാധിച്ചു. 1 മാസത്തോളം ഞാൻ വേറെ വർക്ക് എടുക്കാൻ പറ്റിയില്ല. ക്യാരക്ടറിന് ആ ഒരു സിൻസിയറിറ്റി നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ ഒറിജിനലായിട്ട് താടി വളർത്തിയിട്ടാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത് തന്നെ. ഒറിജിനൽ താടിക്കും നമ്മൾ വെക്കുന്ന താടിക്കും നമ്മളൊക്കെ ഒരു കോൺഫിഡൻസ് വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായിട്ട് അറിയും. കോൺഫിഡൻറ്റും ഇല്ലായ്മ വരും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു. അതെ. ഈ പറഞ്ഞ പോലെ സുന്ദരനായ അച്ഛൻ കഥാപാത്രങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് സീരിയലിൽ. അപ്പം ഈ സുന്ദരനായ അച്ഛനെ കാണുന്നില്ല എന്നുള്ള പരാതികൾ കുറെ. ഞാൻ 2-3 ഇന്റർവ്യൂ എടുത്തപ്പോഴും, മെയിൽ ഇന്റർവ്യൂ എടുത്തപ്പോഴും അത് ദിനേശ് ചേട്ടൻ്റെ ഇന്റർവ്യൂ വേണം, കൊണ്ടുവരണം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ
അന്ന് ആത്മയിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സീരിയൽ ലൊക്കേഷനിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആത്മയെന്ന് പറഞ്ഞു എന്ന് ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞു. അതിന്റെ മെയിൻ ആളാണ് ചേട്ടൻ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചായിരുന്നു? ഇല്ല, അങ്ങനെയല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് പട്ടം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഞാൻ വന്നതാണെന്ന്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അത് നമുക്ക് കൊടുക്കാം. അതല്ലാതെ ഞങ്ങൾ റെസ്ട്രിക്ഷൻ മെയിനായിട്ടും വെച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈ ഇന്റർവ്യൂയുടെ കാര്യത്തിലല്ല. നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പീഡനം എന്ന് വാക്ക് തന്നെ പറയാം. കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പീഡനം എന്ന് വാക്ക് തന്നെ പറയാം. പല ഒരു ബൈറ്റ് ചോദിക്കാൻ വിളിക്കും. അതങ്ങനെ വരുമ്പോഴേക്കും അവർ ചോദിക്കുന്നത് ഒരു വിഷ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് നമുക്ക് തരാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിരുന്നു ഈ വിഷ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കേ ഉണ്ടല്ലോ ആൾക്കാർ മുതലെടുക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്യും, ഒരു 10 ആർട്ടിസ്റ്റുകളുടെ വിഷ് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ആർട്ടിസ്റ്റിനെ വിളിക്കേണ്ട, ആ ഒരു വിഷു വന്നാൽ മതി സ്ക്രീനിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 5 പൈസ കിട്ടുന്നതുമില്ല. അതേസമയം നമ്മളത് പല രീതിയിലും സാമ്പത്തികമായിട്ട് ബാധിച്ചു തുടങ്ങി. അപ്പോഴാണ് ഒരു തീരുമാനം എടുത്തത്, അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിഷു കൊടുക്കുന്ന പരിപാടി ആശംസ വീഡിയോ പാടില്ല. ഇത് എന്നെ 2-3 താരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആശംസ വീഡിയോ പാടില്ല എന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ നമ്മൾ പറയുന്നു. കാരണം ഒരു വരുമാന മാർഗമാണ്, അത് കളയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇപ്പൊ ഞങ്ങളെ പല എസ്പെഷ്യലി എബ്രോഡിൽ നിന്ന് പല അസോസിയേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് പലരും എന്നെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ ഒരു 10 ആർട്ടിസ്റ്റുകളുടെ വിഷു വേണം. അപ്പൊ നോക്കുമ്പോഴേക്കും അത് 10 ആർട്ടിസ്റ്റുകൾക്ക് സാമ്പത്തിക ഗുണം കിട്ടുന്ന ഒരു കേസാണ്. അത് നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇന്റർവ്യൂസിൽ നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ പെട്ട് വിഷു വാങ്ങിക്കാൻ വേണ്ടി ചേട്ടൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. ഒരു ബർത്ത്ഡേ വിഷയം ഞാൻ അതുകൊണ്ട് പലപ്പോഴും എന്റെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കാരണം എന്നറിയാമോ, ഈ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ സ്ക്രീനിൽ വരുമ്പോഴേക്കും പലരും പറയും ഒരാളുടെ വിഷു നിങ്ങൾ കണ്ടല്ലോ, അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പലയിടത്തും. തീർച്ചയായിട്ടും അതൊക്കെ നല്ല തീരുമാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന പ്രോജക്റ്റുകളൊക്കെ നന്നാവട്ടെ. അത് മാത്രമല്ല ചേട്ടൻ ഇനിയും കുറെ കാര്യങ്ങൾ സീരിയലിൽ ചെയ്യാനുണ്ട്. ഈ സീരിയലിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇപ്പം ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു സീരിയൽ ലൊക്കേഷനിൽ അടി നടന്നു, 2 ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ അടി നടന്നു. ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ആ സമയത്തല്ല, അതിന് മുന്നെയാണ് പോയത്. അപ്പൊ പേര് അടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, കണ്ടതാണ്. അത് നമ്മുടെ ഈ ആത്മയിലേക്ക് ആത്മയിൽ വന്നു. അതിന് ഒരു പരാതിയായിട്ട് തന്നെ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ഡ്യൂട്ടി ആണെങ്കിൽ സംഭവം നടന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ കൺസേൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ വളരെ സൗമ്യമായിട്ട് തന്ന മറുപടി, ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിച്ചു, തന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു തർക്കം എന്ന് പറയാൻ പറ്റില്ല, തർക്കം പോലും വന്നിട്ടില്ല. അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് വലിയൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വിഷയമില്ലെങ്കിൽ എന്നോടല്ല ധരിപ്പിക്കേണ്ടത്, ഇത് ഓഡിയൻസിനോട്. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് വരെ എല്ലാവരും ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ട ജോലി മാറ്റിയിട്ടില്ല, ക്ലിയർ ചെയ്തിട്ടില്ല. അവർ ചെയ്തു. എനിക്ക് തോന്നുന്നു വേറെ പത്രമാധ്യമങ്ങളിലൊന്നും അധികം പത്രമാധ്യമങ്ങളിൽ വന്നിട്ടില്ലായിരിക്കും. പക്ഷെ അവർ വീഡിയോ ഇറക്കി, രണ്ടുപേരും ഈ പറയുന്ന 2 ആർട്ടിസ്റ്റുകൾ കെട്ടിപ്പിടിച്ച് വളരെ സൗമ്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേട്ടന് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളത് അങ്ങനെ പറയാനില്ല. ഞാനിപ്പോ 15 വർഷത്തോളമായി